അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. 21 ദിവസം സൂറത്തു ഫത്ത്ഹ് ആഗ്രഹം നിറവേറാൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ചെയ്തോളി. എന്തായാലും ഉടനടി അതിന് ഫലം കിട്ടും. അത് ഉറപ്പായിട്ടുള്ള കാര്യം കേട്ടോ. ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും 21 സൂറത്തു ഫത്ത്ഹ് 3 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 7 ദിവസം കൊണ്ടൊക്കെ ഓതി തീർത്താൽ. പക്ഷെ 3 ദിവസം കൊണ്ട് നമ്മൾ ഓതി തീർത്താൽ വെരി എഫക്റ്റീവാട്ടോ. പെട്ടെന്ന് നമുക്ക് അതിനുള്ള മാർഗം അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരും. എൻ്റെ അനുഭവ വെളിച്ചത്തിലാണ് ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ആഗ്രഹങ്ങൾ നിറവേറാൻ, പ്രയാസങ്ങളൊക്കെ മാറ്റി കിട്ടാൻ, ബുദ്ധിമുട്ട് നീങ്ങാൻ, ഇടങ്ങേറ് മാറാൻ, അങ്ങനെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് കേട്ടോ ഇത് സൂറത്തു ഫത്ത്ഹ്. നമ്മളെ തടസ്സങ്ങളൊക്കെ നീങ്ങും. എന്ത് തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് നീങ്ങി കിട്ടാൻ, ജീവിതത്തിൽ ഐശ്വര്യം റാഹത്തൊക്കെ ഉണ്ടാവാൻ, അങ്ങനെ ഒട്ടനവധി ഗുണങ്ങളാണ് സൂറത്തു ഫത്ത്ഹിനുള്ളത്. ഈ സൂറത്തു ഫത്ത്ഹ് അറിയണത് ഒരു അത്ഭുതകരമായ സൂറത്താണ്. അത് ഓതി നമ്മൾ ദുആ ചെയ്താൽ നമ്മുടെ ജീവിത വിജയത്തിന് അത് വളരെയധികം കാരണമാവും. അതിന് ശേഷം ഈ സൂറത്തു ഫത്ത്ഹ് ഈ 21 ദിവസം കൊണ്ട് 21 സൂറത്തു ഫത്ത്ഹ് 3 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 7 ദിവസം കൊണ്ട് നമ്മൾ ഓതി തീർത്തതിന് ശേഷം ദുആ ചെയ്യുന്നതിന് മുമ്പായിട്ട് 489 പ്രാവശ്യം യാ ഫത്താഹു യാ അല്ലാ എന്നുള്ള പരിശുദ്ധ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഈ ഇസ്മിനെ 489 പ്രാവശ്യം ഓതി ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ തീർച്ചയായിട്ടും ഫലം കിട്ടും. അത് ഉറപ്പാണ്. ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിരിക്കണേ. ഇനി എൻ്റെ വീഡിയോ ഒന്നല്ല, മറ്റുള്ളവരുടെ വീഡിയോ എടുത്തുകൊണ്ടും ഇത് നോക്കിയാൽ അതിൻ്റെ കമൻറ്റൊക്കെ നോക്കിയാൽ മതി, നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വിവിധ ദിക്ർ, ദുആ, അദ്കാർ അങ്ങനത്തെ പുസ്തകത്തിലൊക്കെ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുവരെ അങ്ങനത്തെ ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ എന്നും പറയും പോലെ 5 വക്ത് നിസ്കാരം ഖളാ ആവാതെ സൂക്ഷിക്കുക, ഖുർആൻ ഓതുക, അതുപോലെ തന്നെ ദിക്ർ, ദുആ, സ്വലാത്ത്, അതുകൊണ്ടൊക്കെ നമ്മളുടെ ജീവിതം ധന്യമാക്കുക. ജീവിതത്തിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക, തിന്മകൾ ഒക്കെ ഉണ്ടെങ്കിൽ വെടിയുക, അങ്ങനെയൊക്കെ ചെയ്യുക. നമ്മളെ ജീവിതം സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കുക. ഇനി റബീഉൽ അവ്വൽ മാസമൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ സ്വലാത്തും ഒക്കെ ധാരാളം ചൊല്ലുക. നമുക്ക് അതിൻ്റെയൊക്കെ പുതിയ പുതിയ വീഡിയോസായിട്ട് ഇനി ഞാൻ വരണ്ട കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.